നമ്മൾ ഈ ജീവിതത്തിൽ 90% ആളുകളും അതിലുപരി 90% എന്നല്ല അതിലുപരിയുള്ള ആളുകൾ പോലും ഏറ്റവും അധികം പ്രയാസപ്പെടുന്നത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് കൊണ്ടാണ്. കുടുംബ ബന്ധങ്ങളിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള തോന്നലുകൾ, തിരിച്ച് കൊടുക്കുന്ന സ്നേഹം അതേപടി തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ, ഇതൊക്കെയാണ് കുടുംബ ബന്ധങ്ങളിൽ റിലേഷൻഷിപ്പ് ഇടയിൽ വരുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളായിട്ട് നമുക്ക് കാണാറുള്ളത്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണം ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഓരോ വ്യക്തികളിലും ഈ പ്രശ്നങ്ങൾ വരാനുള്ള ഏറ്റവും വലിയ കാരണമായിട്ട് കണക്കാക്കുന്നത് അവരുടെ ഹേർട്ട് ചക്രയാണ്. നമ്മുടെ ഹേർട്ട് ചക്ര എന്ന് പറയുന്നത് ഈ പറയുന്ന ലവ്, അതേപോലെ റിലേഷൻഷിപ്പ്, ട്രസ്റ്റ്, ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ചക്രയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, നമ്മൾ ഒരാളെ ട്രസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന സ്നേഹം, അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഈ കാര്യങ്ങളെല്ലാം ഹേർട്ട് ചക്രയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഹേർട്ട് ചക്രയിൽ ബ്ലോക്ക്സ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അവിടെ ഉണ്ടാവും. നമുക്ക് ഉണ്ടാകുന്ന അഫെയർസിൻ്റെ ബ്രേക്ക് ഡൗണുകൾ, ബ്രേക്കപ്പുകൾ, ഇതെല്ലാം ഹേർട്ട് ചക്രയാണ്. ഹേർട്ട് ചക്ര ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആളുകൾ മുഴുവൻ ട്രസ്റ്റ് വർത്ത് ഇല്ലാത്ത രീതിയിലുള്ള ആളുകളായിരിക്കും. ഈവൻ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകൾ വന്നാൽ പോലും നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പൺ മൈൻഡ് കാണില്ല. നമുക്ക് മുന്നേ ഉണ്ടായിരിക്കുന്ന ചെറിയ ചെറിയ ബ്രേക്കപ്പുകളും റിലേഷൻഷിപ്പ് ഇഷ്യൂസൊക്കെ അന്നേരം പുറത്തേക്ക് തള്ളി വരും. അപ്പോൾ നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഓപ്പൺ മൈൻഡായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ചക്ര, ഹേർട്ട് ചക്ര ഓപ്പൺ ആയാൽ മാത്രമേ പുതിയ പുതിയ ആളുകൾ നമ്മളിലേക്ക് വരികയും ആ ആളുകളെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയും അതിൽ നമുക്ക് പറ്റുന്ന, അത് സുഹൃത്തുക്കളായിക്കോട്ടെ, അത് വേറെ പല ബന്ധങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ നമ്മളിലേക്ക് ഓപ്പൺ മൈൻഡോട് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹേർട്ട് ചക്ര ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ ആ ബ്ലോക്കേജസ് നമുക്ക് എങ്ങനെ മാറ്റാം, നമ്മുടെ ട്രസ്റ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും? അപ്പോൾ ആദ്യം നമ്മൾ ഹേർട്ട് ചക്രേൻ്റെ ബ്ലോക്കേജസ് മാറ്റണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന ബീജമന്ത്രങ്ങൾ യൂസ് ചെയ്ത് നമുക്ക് ഹേർട്ട് ചക്ര നമുക്ക് ഓപ്പൺ ആക്കാനുള്ള ഏറ്റവും വലിയൊരു എളുപ്പ വഴിയാണ് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്നത്, ബീജമന്ത്രം വഴി. ഇത് മാത്രമല്ല, നമ്മൾ വഴി ചെയ്യുമ്പോഴും അതിനുശേഷവും നമ്മൾ ജേർണലിങ്ങും പോലുള്ള പല കാര്യങ്ങളും ചെയ്യണം. അതിൻ്റെ വേറെ വീഡിയോസിലൊക്കെ ഞാനത് പറയുന്നുണ്ട്, മുന്നോട്ടുള്ള വീഡിയോസിൽ ഞാൻ ചെയ്യുന്നതാണ്. പക്ഷേ ഇനീഷ്യലി നമ്മൾ ഇതുപോലെ ഓപ്പൺ ആക്കി വെച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ ബ്ലോക്കേജസ് മാറ്റിയാൽ മാത്രമേ നമുക്ക് അടുത്ത ഇതിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്യൂസ് എന്താണെന്ന് നമുക്കത് ഹേർട്ട് ചക്ര തന്നെ കൂടുതൽ നമ്മളിലേക്ക് കാണിച്ചു തരുള്ളൂ. അതിനുശേഷം നമുക്ക് ആ ഇഷ്യൂസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്കതിനെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹേർട്ട് ചക്രയാണ്. ഈ ഹേർട്ട് ചക്രേൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ 7 ചക്രാസിൽ സെൻട്രൽ ചക്രയാണ്. അതായത് ഈ ബാക്കിയുള്ള ചക്രാസിൻ്റെ ബ്രിഡ്ജായിട്ടാണ് ഹേർട്ട് ചക്രയെ കാണുന്നതും. പിന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു ചക്രയാണ് ഹേർട്ട് ചക്ര വരുന്നത്. ഒരു കണക്ഷൻ ഇതാണ്. അതായത് താഴത്തെ 3 ചക്രവും മുകളിലുള്ള 3 ചക്രവും തമ്മിലുള്ള ഒരു കണക്ഷൻ ബ്രിഡ്ജായിട്ടാണ് ഹേർട്ട് ചക്ര വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും ഹേർട്ട് ചക്രയ്ക്ക് വളരെ ഇമോഷൻസ് ഒക്കെ ആയിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു ചക്രയാണ്. പ്രത്യേകിച്ച് ടിൻ ഫ്ലെയിംസിൻ്റെ കേസിൽ ഹേർട്ട് ചക്ര വളരെയധികം ബ്ലോക്കായിരിക്കും. നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും പ്രാധാന്യം കൊടുക്കേണ്ടതായ ഒരു ചക്രയാണ് ഹേർട്ട് ചക്ര. ബീജമന്ത്രം വരുന്നത് എം ആണ്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. എം എം
യം യം യം